നമസ്കാരം. BBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൊടുപുഴയിൽ നടന്നുവരുന്ന കാർഡ്സ് ഗ്രീൻ ഫെസ്റ്റിൽ തിരക്കേറുന്നു. വിത്തു മഹോത്സവവും വിവിധ സെമിനാറുകളും നടന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷക വിരുദ്ധ നടപടികൾക്കെതിരെ കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ ഏപ്രിൽ 25 മുതൽ 29 വരെ പഞ്ചദിന സത്യാഗ്രഹം നടത്തും. ഇടുക്കി ജില്ലയിൽ തൊടുപുഴയിൽ സത്യാഗ്രഹം നടത്തുമെന്ന് CPM ജില്ലാ സെക്രട്ടറി MM മണി. വെള്ളിയമറ്റത്ത് ബാലസഭ പഠന ക്യാമ്പ് ആരംഭിച്ചു. മുസ്ലിം ലീഗ് വെള്ളിയമറ്റം പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് മുനവ്വിർ അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. തൊടുപുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ എതിരേൽപ്പ് മഹോത്സവം നടന്നു. മുതലക്കോട് ഫെറോന പള്ളിയിൽ തിരുനാളിനോടനുബന്ധിച്ച് ദിവ്യ ബലിയും പ്രദക്ഷിണവും നടന്നു. തിരുനാൾ ചൊവ്വാഴ്ച സമാപിക്കും. വാർത്തകൾ വിശദമായി. കാർഡ്സ് ഗ്രീൻ ഫെസ്റ്റിനോടനുബന്ധിച്ച് വിത്തു മഹോത്സവം നടന്നു. PT തോമസ് MP ഉദ്ഘാടനം നിർവഹിച്ചു. അഡ്വക്കേറ്റ് ജോസഫ് ജോൺ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് N ചന്ദ്രൻ, CB മോനിപ്പിള്ളി, രഞ്ജന ദാമോദരൻ, പങ്കജാക്ഷൻ നായർ, VP സുകുമാരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ചൊവ്വാഴ്ച ചക്കി ഉത്സവവും പ്രദർശന സെമിനാറും മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം ചെയ്യും. കാർഡ്സിന്റെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ നടന്നുവരുന്ന ഗ്രീൻ ഫെസ്റ്റിൽ തിരക്കേറുന്നു. ഇതേക്കുറിച്ച് ഒരു റിപ്പോർട്ട്. കാർഡ്സിന്റെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ നടന്നുവരുന്ന ഗ്രീൻ ഫെസ്റ്റിൽ തിരക്കേറുന്നു. വിത്തുകളുടെയും നടീൽ വസ്തുക്കളുടെയും മഹാമേളയായ ഇവിടെ വൈവിധ്യമാർന്ന ഒട്ടേറെ കാർഷിക വിളകളുടെ വിത്തുകൾ പ്രദർശനത്തിനും വിൽപ്പനയ്ക്കും എത്തിയിട്ടുണ്ട്. മടത്തിക്കണ്ടം നഴ്സറിയുടെ കൃഷിയിടത്തിൽ ഉൽപ്പാദിപ്പിച്ച വിവിധയിനം മാങ്ങകൾ വിൽപ്പനയ്ക്ക് ഒരുക്കിയിട്ടുണ്ട്. നിത്യോപയോഗ സാധനങ്ങളുടെ നിരവധി സ്റ്റാളുകൾ തുറന്നിട്ടുണ്ട്. വിവിധ ഹോട്ടലുകളുടെ സ്റ്റാളുകളിൽ വൈവിധ്യമാർന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ആവശ്യാനുസരണം പാകം ചെയ്തു കൊടുക്കുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷക വിരുദ്ധ നടപടികൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചദിന സത്യാഗ്രഹം നടത്തുമെന്ന് CPM ജില്ലാ സെക്രട്ടറി MM മണി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള കർഷക സംഘം കേരള സംസ്ഥാനത്താകെ അടിയന്തരമായ കാർഷിക പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് ഒരു പ്രക്ഷോഭണം തുടങ്ങിയിരിക്കുകയാണ്. എല്ലാ ജില്ലകളിലും ഇന്ന് തുടങ്ങിയിട്ടുണ്ട്. 23-ന്, ഇവിടെ 25-ന് തുടങ്ങും. മറ്റെല്ലാ സ്ഥലങ്ങളിലും ഇന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ പരിപാടി 5 ദിവസം നീണ്ടു നിൽക്കുന്ന പഞ്ചദിന സത്യാഗ്രഹമാണ്. ഏപ്രിൽ 25 മുതൽ 29 വരെ തൊടുപുഴ മുനിസിപ്പൽ മൈതാനിയിലാണ് സത്യാഗ്രഹം നടത്തുന്നത്. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ A രാധാകൃഷ്ണൻ, ജനറൽ കൺവീനർ VV മത്തായി, MM ഷാഹുൽ ഹമീദ്, TR സോമൻ എന്നിവർ പങ്കെടുത്തു. ആലക്കോട് റബ്ബർ കർഷകർക്കായി ടാപ്പിംഗ് പരിശീലനം നടത്തി. റിട്ടയർഡ് റബ്ബർ ബോർഡ് ഉദ്യോഗസ്ഥ L തങ്കമ്മ ക്ലാസ് എടുത്തു. അഡ്വക്കേറ്റ് ജോസ് പ്ലാത്തോട്ടം അധ്യക്ഷത വഹിച്ചു. ഇപ്പം നിലനിൽക്കുന്ന ടാപ്പിംഗ് സമ്പ്രദായം ഹെൻറി നിക്കോളാസ് റിഡ്ലി എന്ന് പറഞ്ഞ യൂറോപ്യൻ കണ്ടുപിടിച്ച് 1890 മുതൽ പ്രചരിക്കുന്ന സമ്പ്രദായമാണ്. അതിൽ ഈ മരത്തിൻ്റെ ആന്തരിക ഘടനയ്ക്കോ ജൈവധർമ്മത്തിനോ യാതൊരു വിലയും കൊടുക്കാതെ പാലൊഴുകി ഇറങ്ങാനുള്ള സൗകര്യം മാത്രം നോക്കിയാണ് ആ സമ്പ്രദായം വികസിപ്പിച്ചിരിക്കുന്നത്. അതിനു പകരം നമ്മുടെ ഈ പുതിയ ചരിഞ്ഞ പാലിൽ മേൽപോട്ട് വെട്ടൽ എന്ന് പറഞ്ഞതിനകത്ത് RSP തൊടുപുഴ നിയോജക മണ്ഡലം സമ്മേളനം ജില്ലാ സെക്രട്ടറി G ബേബി ഉദ്ഘാടനം ചെയ്തു. 100 കണക്കിന് സ്ത്രീകളെ അവിടെ യാതായും ഉപരോധവും ധർണയും നടത്തി. അവിടെ നമ്മൾ പറഞ്ഞു, ഈ നടത്തുന്ന സമരം തെറ്റായ വഴിയിലാണ് പോകുന്നത്. ഇത് കേരളത്തെയും തമിഴ്നാടെയും അടുത്ത് താമസിക്കുന്ന സഹോദരങ്ങളെ പോലെ താമസിക്കുന്ന ഇന്ത്യയിലെ 2 സംസ്ഥാനത്തിലെ ജനങ്ങളെ പാകിസ്ഥാനും ഇന്ത്യയും പോലുള്ള യുദ്ധത്തിന് തെരുവിലിറക്കി വിടേണ്ട സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് ഈ സമരം തെറ്റായ വഴിയിലാണ് പോകുന്നതെന്ന് അന്ന് ആ യോഗത്തിൽ ഞങ്ങൾ പ്രഖ്യാപിച്ചു. പക്ഷേ നമ്മുടെ ജനറൽ കൺവീനർ K ഗോപിനാഥൻ നായർ അധ്യക്ഷത വഹിച്ചു. VS അബ്ബാസ്, MA ലാലി, സെബാസ്റ്റ്യൻ S വിളക്കുന്നേൽ, ശാന്തി ജെയിംസ്, G മുരുകയ്യ, TJ വർക്കി, TA ദിവാകരൻ, MD ഷംസുദ്ദീൻ, P മുരുകൻ, KK പുഷ്പ, G വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. വെള്ളിയമറ്റം ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ബാലസഭ പഠന ക്യാമ്പും പഠനയാത്രയും നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ രാമൻ മുഖ്യപ്രഭാഷണം നടത്തി.
കുട്ടികളുടെ കഴിവുകളും കലാവാസനകളും പ്രോത്സാഹിപ്പിക്കാനും അവർക്ക് മറ്റ് സാംസ്കാരികമായ അറിവുകളും കഴിവുകളും കുട്ടികളിൽ നല്ല അച്ചടക്കബോധവും മനോഭാവവും എല്ലാം ഒത്തുചേരാനും ഒരു കൂട്ടായ്മയിൽ നിന്ന് അനന്തു ശിവൻ അധ്യക്ഷത വഹിച്ചു. CG പ്രിയമോൾ, യമുന പ്രദീപ്, സെലിൻ ജോൺ, NB വർക്കി നിരപ്പേൽ, M മോനിച്ചൻ, ബിന്ദു ദിലീപ്, മെർലിൻ ജോസഫ്, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ അനിൽകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. മുസ്ലിം ലീഗ് കുണ്ടപ്ലാവ് മേഖലാ ഓഫീസ് ഉദ്ഘാടനവും സ്വർണ്ണാഭരണ വിതരണവും മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞാൻ നിർവഹിച്ചു. വിവിധ നേതാക്കൾ പ്രസംഗിച്ചു. ലീഗ് ഇപ്പോൾ ഒരു കുടുംബമായി, ഒരു കൂട്ടായ്മയായി നമ്മുടെ സംസ്ഥാനത്തൊട്ടാകെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് ഈ ഉണ്ടപ്ലാവിൽ നടന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. ഏറ്റവും ഉദാത്തമായ ഒരു മാർഗം. എല്ലാവരും പ്രിയപ്പെട്ട സഹോദരിമാരൊക്കെ പങ്കെടുക്കുന്നു. ഈ പ്രദേശത്തെ യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകരാണ്. നമ്മൾ പൊന്നാനി മുതൽ കാസർഗോഡ് വരെയുള്ള തീരപ്രദേശം. മുസ്ലിം ലീഗ് വെള്ളിയാമറ്റം പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് മുനവിർ അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. ഇവിടെ ചെയ്തിട്ടുള്ള നവോത്ഥാന പ്രവർത്തനങ്ങൾ ജനാധിപത്യത്തിൽ ഊന്നിക്കൊണ്ട് ഒരു ജനാധിപത്യ രാഷ്ട്രത്ത് ഒരു സമൂഹത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പ്, അതിൻ്റെയൊക്കെ അടിസ്ഥാനമായ ഒന്നാണ് രാഷ്ട്രീയമായ ശാക്തീകരണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു സമൂഹത്തിന്റെ സമഗ്രമായ മാറ്റങ്ങൾ വിദ്യാഭ്യാസ, സാമൂഹ്യ, സാമ്പത്തിക രംഗത്തെല്ലാം തന്നെ നമുക്ക് MG സുബൈർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് TM സലീം, PK ഹമീദ്, MS മുഹമ്മദ്, PM അബ്ബാസ്, MH സിറാജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. തൊടുപുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് ആനക്കോട് കവലയിൽ എതിരേൽപ്പ് വിളക്ക് നടന്നു. ഇതിനോടനുബന്ധിച്ച് പാണ്ടിമേളം നടന്നു. തൊടുപുഴ ഫാർമേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ കടബാധ്യതയുള്ള കർഷകർക്കായി ബോധവൽക്കരണ ക്യാമ്പ് നടന്നു. നബാർഡ് ജില്ലാ വികസന മാനേജർ TS അയ്യൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ ഫാർമേഴ്സ് ക്ലബിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കർഷക കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മയിലൂടെ നമ്മൾ ഓരോ കർഷകരുടെയും ജീവിത നിലവാരം എങ്ങനെ മെച്ചപ്പെടുത്താൻ പറ്റും, അതുവഴി നമ്മുടെ കർഷക പ്രവർത്തനങ്ങളിൽ കൂടുതൽ ലാഭം എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. ലീഡ് ബൈ മാനേജർ K ബാബു ഗണേഷ്, ഫാർമേഴ്സ് ക്ലബ് പ്രസിഡന്റ് ടോം ചെറിയൻ, സെക്രട്ടറി രാജീവ് പാടത്തിൽ, ഷൈജോ ജോസഫ്, N ആനന്ദ്, K ശ്രീകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നടത്തുന്ന കേരള യാത്രയ്ക്ക് ഏപ്രിൽ 24-ന് തൊടുപുഴയിൽ സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മാനവികതയെ ഉണർത്തുന്നു എന്ന പ്രമേയവുമായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നടത്തുന്ന കേരള യാത്ര മാധ്യമ പ്രതിനിധികളായ നിങ്ങളേവരും ഇതിനകം വേണ്ടതുപോലെ ഗ്രഹിച്ചിട്ടുണ്ടാകും എന്നതുകൊണ്ട് കേരളത്തിലെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആദർശപരമായ, കർമ്മപരമായ, ധാർമ്മികമായ എല്ലാ മേഖലകളിലും ഉൾപ്പെടുത്തേണ്ട ആവശ്യം ഇല്ല. വർത്തമാനകാല സമൂഹത്തിൽ ചൊവ്വാഴ്ച വൈകുന്നേരം 5-ന് തൊടുപുഴ മുനിസിപ്പൽ മൈതാനിൽ നടക്കുന്ന സ്വീകരണ സമ്മേളനം മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ PP ജാഫർ കോയ തങ്ങൾ, TKA കരി സഖാഫി, AK ഹാമിദ് ബാക്കവി, KM സുബൈർ അഹ്സനി,
KMA ഗഫാർ സഖാഹി, KA ഷറഫുദ്ദീൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കാരിക്കോട് ഉണ്ടപ്ലാവ് സ്നേഹതീരം റെസിഡൻസ് അസോസിയേഷൻ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് നിർവഹിച്ചു. അവിടുത്തെ ഏതാണ്ട് 50-53 വീടുകൾ ഒന്നിച്ച് കൂടി നിങ്ങൾ ഒരു അസോസിയേഷന് രൂപം നൽകിയിരിക്കുകയാണ്. ഇന്നലെ വരെ ഈ സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്നതിന് മുമ്പ് ചിന്നിച്ചെറിയ കിടന്ന കുടുംബങ്ങൾ. കാര്യം ഈ പ്രദേശം വളരെ പ്രസിഡന്റ് TS ബഷീർ അധ്യക്ഷത വഹിച്ചു. MM ഹാരിദ്, ആരിഫ ഷംസുദ്ദീൻ, MC മാത്യു, TM ബഷീർ, EP നൌഷാദ്, PB ദിലീപ്, PM ജോൺ, TM ഹാജിറ തുടങ്ങിയവർ പ്രസംഗിച്ചു. തീർത്ഥാടന കേന്ദ്രമായ മുതലക്കോട് ഫെറോന പള്ളിയിൽ വിശുദ്ധ ഗീവർഗീസിന്റെ തിരുനാളിനോടനുബന്ധിച്ച് പഴുക്കാക്കുളം പന്തലിൽ ലദീന നടന്നു. കരിങ്കുന്നം സെന്റ് ആഗസ്റ്റിൻ പള്ളി വികാരി ഫാദർ ജേക്കബ് കുറുപ്പിനകത്ത് സന്ദേശം നൽകി. ഇവിടെ വിശുദ്ധ ഗിവറീസ് സഹദായുടെ ഇടവക ദേവാലയം ഉണ്ടാകണമെന്നുള്ളത് ദൈവനിയോഗമാണ്, ദൈവനിശ്ചയമാണ്. അവിടെ ഈ ഭക്തി വളർന്നു വരണമെന്നുള്ളത് ദൈവത്തിന്റെ ആഗ്രഹമാണ്. അതിന് ആരെതിരെ നിന്നാലും, ആരതിനെ കളിയാക്കിയാലും വിമർശിച്ചാലും അതിനെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അത് വളരുക തന്നെ ചെയ്യും. മുതലക്കോടും സെന്റ് ജോർജ് ഫെറോന പള്ളിയിൽ തിരുനാളിനോടനുബന്ധിച്ച് ഫാദർ ജോസഫ് പുന്നോലിക്കുന്നിൽ തിരുനാൾ കുർബാന അർപ്പിച്ചു. ദീപിക ബാലസഖ്യം കൊച്ചേടൻ, ഫാദർ റോയ് കണ്ണച്ചിറ സന്ദേശം നൽകി. മുതലക്കോടും പള്ളി തിരുനാളിനോടനുബന്ധിച്ച് പഴുക്കാക്കുളം പന്തലിൽ സ്നേഹവിരുന്ന് നടന്നു. നൂറുകണക്കിന് ആളുകൾ വിരുന്നിൽ പങ്കെടുത്തു. സ്വർണം വാങ്ങി ഐശ്വര്യമുണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന അക്ഷയ തൃതീയ ചൊവ്വാഴ്ച നടക്കും. അക്ഷയ തൃതീയയ്ക്കായി ഒരുക്കങ്ങൾ പൂർത്തിയായതായി കണ്ട്രിക്ക് ജുവലറി ഉടമ മാത്യു കണ്ട്രിക്കൽ പറഞ്ഞു. അക്ഷയ തൃതീയയുടെ തിരക്ക് എൻ്റെ ഇന്ന് നാളെ രാവിലെ മുതൽ ആരംഭിക്കുന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. രാവിലെ ഇന്ന് രാത്രി 6:30 മുതൽ നാളെ രാത്രി 8 വരെയാണ് ഇന്ന് സമയം വെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു തിരക്ക് പ്രതീക്ഷിച്ചിട്ടാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. നാളെ രാവിലെ എല്ലാവരും തന്നെ 8:30 തന്നെ കടകൾ തുറക്കാനായിട്ടുള്ള പ്ലാനുണ്ട്. എല്ലാവരും അലങ്കാരങ്ങൾ കൊണ്ടും പരസ്യങ്ങൾ കൊണ്ടും നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അക്ഷയ തൃതീയയ്ക്ക് സ്വർണം വാങ്ങിക്കഴിഞ്ഞാൽ ഈ വർഷം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഐശ്വര്യം വരുമെന്നുള്ള പ്രതീക്ഷ ജനങ്ങൾക്ക് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അക്ഷയ തൃതീയയ്ക്ക് സ്വർണം വാങ്ങിച്ചുള്ള അനുഭവത്തിൽ നിന്നും ഈ വർഷവും കൂടുതൽ ആളുകൾ അക്ഷയ തൃതീയയ്ക്ക് സ്വർണം വാങ്ങാൻ വേണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്, കാത്തിരിക്കുന്നുണ്ട്. ഞങ്ങൾ തീർച്ചയായിട്ടും നല്ലൊരു തിരക്ക് പിടിച്ചു. അക്ഷയ തൃതീയയ്ക്കായി തൊടുപുഴ K പുരുഷോത്തമൻ അൻസാൻസ് ഗോൾഡൻ ജുവലറിയിൽ പുതിയ സെലക്ഷനുകൾ എത്തിയതായി മാനേജിംഗ് ഡയറക്ടർ K അജി പറഞ്ഞു. കൂടുതൽ വെറൈറ്റി സാധനങ്ങൾ ഇവിടെ കളക്ട് ചെയ്തിട്ടുണ്ട്. ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് കൂടുതലും നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് 6 മണി മുതലാണ് ശരിക്കും തുടങ്ങുന്നത്. എങ്കിൽ പോലും നാളെ രാവിലെ സൗകര്യപ്രദമായ രീതിയിൽ 8:30 മുതൽ വൈകിട്ട് 8:30 വരെ നമ്മൾ കട തുറന്ന് പ്രവർത്തിക്കുന്നതും എല്ലാവരെയും ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. തൊടുപുഴ ജോവാൻസ് റീജൻസിയിൽ നടന്നു വന്ന ഫുഡ് ഫെസ്റ്റിവൽ സമാപിച്ചു. ഡോക്ടർ ജോൺ സ്റ്റീഫൻ ചാഴികാട്ട് ഇതിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച മത്സര വിജയികളെ തെരഞ്ഞെടുത്തു. പ്രിയ പ്രേക്ഷകരെ, 4 ദിവസം നീണ്ടുനിന്ന ജോവാൻസിന്റെ ഈ ഫുഡ് ഫെസ്റ്റിവലോടനുബന്ധിച്ച് നമ്മളൊരു ലക്കി ഡ്രോ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് വിജയിയാകുന്നവർക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റാണ് ജോവാൻസ് നൽകുന്നത്. പേര് മിസ്റ്റർ ജോൺ ജേക്കബ്. ശ്രദ്ധിക്കുക, മിസ്റ്റർ ജോൺ ജേക്കബ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
തൊടുപുഴയിൽ നടന്നു വരുന്ന കാർഡ്സ് ഗ്രീൻ ഫെസ്റ്റിൽ തിരക്കേറുന്നു. വിത്തു മഹോത്സവവും വിവിധ സെമിനാറുകളും നടന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷക വിരുദ്ധ നടപടികൾക്കെതിരെ കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ ഏപ്രിൽ 25 മുതൽ 29 വരെ പഞ്ചദിന സത്യാഗ്രഹം നടത്തും. ഇടുക്കി ജില്ലയിൽ തൊടുപുഴയിൽ സത്യാഗ്രഹം നടത്തുമെന്ന് CPM ജില്ലാ സെക്രട്ടറി MM മണി. വെള്ളിയമറ്റത്ത് ബാലസഭ പഠന ക്യാമ്പ് ആരംഭിച്ചു. മുസ്ലിം ലീഗ് വെള്ളിയമറ്റം പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് മുനവിർ അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. തൊടുപുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ എതിരേൽപ്പ് മഹോത്സവം നടന്നു. മുതലക്കോട് ഫെറോന പള്ളിയിൽ തിരുനാളിനോടനുബന്ധിച്ച് ദിവ്യബലിയും പ്രദക്ഷിണവും നടന്നു. തിരുനാൾ ചൊവ്വാഴ്ച സമാപിക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.